അപ്പൊ നമ്മുടെ MRC അല്ലെങ്കിൽ MRZ തൊപ്പി മരിച്ചോ ഇല്ലയോ, ആള് ജീവനോടെ ഉണ്ടോ, ഈ കാര്യങ്ങളെ കുറിച്ചും പിന്നെ വേറെ കുറച്ച് അപ്ഡേറ്റ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസം മുമ്പേ ചെയ്യേണ്ടായിരുന്നു. ആക്ച്വലി 2 ദിവസം മുമ്പേ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇതുപോലെ വീഡിയോ ഒക്കെ വന്ന് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് എനിക്കും ഷെയർ ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ട പാടെ തന്നെ പറഞ്ഞു ഇതുള്ളതാവാൻ സാധ്യതയില്ല, അത് കണ്ടിട്ട് ഒരു ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഇവിടെ വെക്കാം. അതിൽ ഫസ്റ്റ് വന്നൊരു ന്യൂസ് ഇതാണ്, ഞാനിവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രശസ്ത യൂട്യൂബർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ബ്ലാ 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 പോലീസ് അന്വേഷണം തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫോർവേഡ് മെനി ടൈംസ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് ആരെ ഫോർവേഡ് ചെയ്ത് ഈവൻ ഈ ഫോർവേഡ് ചെയ്ത സ്ക്രീൻഷോട്ട് തന്നെയാണ് എല്ലായിടത്തും പോയേക്കുന്നത്. എനിക്ക് ഇത് തന്നെയാണ് വന്നത് എന്റെ ഇൻബോക്സിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ഇതാണ്. ഞാൻ ഇതിൽ ചില പാനൽ ബ്ലർ ചെയ്യുന്നുണ്ട്. അതായത് കായലില് ഇതുപോലെ ഇങ്ങനെ ഒരു ബോഡി അടിഞ്ഞേക്കുന്നത്, വഞ്ചിക്കാരെ കൂടി അതിങ്ങനെ എടുക്കാൻ നോക്കുന്നു. ഫേക്ക് സാധനം അടിച്ചിറക്കിയത് ഏതോ ഒരു ഫുണ്ട. ആ ഉണ്ടാക്കിയവനൊന്നും ഒരു മെനക്ക് ഉണ്ടാക്കി കൂടായിരുന്നു എന്നാലോചിക്കുന്നത്. തൊപ്പി എന്തായാലും മരിച്ചിട്ടൊന്നുമില്ല, ജീവനോടെ ഉണ്ട്, എവിടെയോ ഒളിവിലുണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. അല്ലാണ്ട് എവിടെയൊന്നും നമുക്ക് ആർക്കും അറിയില്ല. കേരള പോലീസ് കണ്ടുപിടിക്കട്ടെ എന്തായാലും. ആരോ ശരിക്കും ഇതുപോലെ ഒരു ബോഡി കിട്ടിയ സമയത്ത് എടുത്തിട്ടാണ് ന്യൂസ് വീഡിയോ, അതിന്റെ അകത്തേക്ക് തൊപ്പിയുടെ ഫേസ് അവർ ഇതാക്കി വെച്ചേക്കുന്നത്. എന്തായാലും ഇത് എഡിറ്റ് ചെയ്ത് ഇറക്കിയവന് ഇവന്മാരെ ഗ്യാങ്ങിൽ തന്നെ ഉള്ള ആരെങ്കിലും ആയിരിക്കുള്ളൂ. ഒരു 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 മാസ സാധനമൊക്കെ കൊടുക്കാൻ വേണ്ടി ചെയ്തു വെച്ചത്. ഇനി ഇതിനെ കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പങ്കുവച്ച കേസിൽ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ പിടികൂടാനാവാതെ പോലീസ്. നിഹാദ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം തൊപ്പി മരിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ വാർത്തയും പ്രചരിക്കുന്നുണ്ട്. തൊപ്പി എന്ന മുഹമ്മദ് നെഹാദിനു വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പോലീസ് പുറത്തിറക്കിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തുടക്കം മുതൽ ഇയാളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇന്ന് ജില്ലാ സെഷൻസ് കോടതി, എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേസ് വന്നെങ്കിൽ കൂടിയും ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ ദിവസങ്ങൾ വരെയും ഇയാൾ ഒളിവിൽ തന്നെ ആയിരിക്കും എന്ന കാര്യമാണ് പോലീസിൻ്റെ ഒരു നിഗമനമുള്ളത്. പോലീസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. ഒപ്പം തന്നെയും വിദേശത്തേക്ക് കടക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇയാൾക്ക് പുറത്തിറക്കിയത്. അതോടൊപ്പം തന്നെയാണ് ഇയാൾ മരിച്ചു എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങളാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചില പ്രചാരണങ്ങളടക്കം നടക്കുന്നുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പോലീസ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ആരും തന്നെയും ഈ നോട്ടീസിനോട് പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം തന്നെ അതിനെ കുറിച്ച് പറയാം. അതേസമയം തന്നെ ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത്. ഈ മരിച്ചു എന്നുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് കേരള പോലീസ് അല്ലേ? അവർക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടത്തില്ലേ? അതിനു മുമ്പ് വീഡിയോ ഒക്കെ അടിച്ചിറക്കിയ ആളങ്ങ് കൊന്നു. എന്തോരം ചാനലിലാണ് വന്നേക്കണ ഒരു സാധനം വീഡിയോ. എല്ലാവന്മാരും എടുത്തിട്ട് പൂശിക്കൊണ്ടിരിക്കുക തൊപ്പിയുടെ ബോഡി ഇട്ടിന്നും പറഞ്ഞിട്ട്. ഇങ്ങനത്തെ കുറെ മാമലവണ്ടന്മാര് എവിടെ പോയി കിടക്കുന്ന ഞാൻ ആലോചിക്കണ കാര്യം. ഇത്രയും കേരള പോലീസ് ഇത്രയും പേര് അന്വേഷിച്ചിട്ട് ഇവനെ കിട്ടുന്നില്ല. മൂക്കിന്റെ തുമ്പത്ത് ഉണ്ടായിരുന്ന സമയത്ത് അറസ്റ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്ന് മോണിറ്റർ ചെയ്യാൻ പോലും ഒരു പോലീസുകാരും ഒരു ടീമും നിന്നിട്ടില്ല. പണ്ട് വാതിൽ ചവിട്ടി പൊളിച്ച് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ അതേ ആൾക്കാരുടെ കാര്യം തന്നെയാണ് ഈ പറയണേ. ഇപ്പൊ അവനെ കിട്ടുന്നില്ല, കിട്ടുന്നില്ല, എവിടെയെന്ന് അറിയില്ല, വിദേശത്തേക്ക് കിടക്കാൻ സാധ്യതയുണ്ട്. ഇവൻ ടെക്നോളജിക്കലി ഒന്നും ഒരു കണക്റ്റഡ് അല്ലാത്ത ഏതെങ്കിലും കാട്ടിൽ വല്ല ആമസോൺ വനാന്തരത്തിൽ എങ്ങാനും പോയി ഒളിച്ചിരിക്കുകയാണോ? അതായത് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം വെച്ചിട്ട് ഈ നാട്ടിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇവനെ വല്ല പിടികിട്ട പുള്ളിയായിട്ട് വല്ലതും പ്രഖ്യാപിക്കും. ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ. നന്നായി. എങ്ങനെ ഇരുന്ന ടീമുകളാണ് MRC ഗ്യാങ്. അതിന്റെ പുറകെ കിടക്കാൻ കുറെ വാളിപ്പിള്ളേരും ഇപ്പോഴും ജയിം വിളിച്ച് കിടക്കുന്നുണ്ട്. അവന്റെ തൊപ്പിയുടെ പേരിൽ ഒരു പേജ് തുടങ്ങിയേക്കണേ കണ്ട്. പേജിൽ കുറെ തൊപ്പിയുടെ ഫോട്ടോ ഇട്ടിട്ട് കുറെ കോഡ്സ് ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടിട്ട് അതിങ്ങനെ റീച്ച് ആക്കിക്കൊണ്ടിരിക്കും. എടാ അതിനുള്ളതൊന്നും ഇല്ലടേ. ഇവരുടെ തന്നെ പേഴ്സണൽ ലൈഫ്, പ്രൈവറ്റ് ലൈഫ് എന്താന്ന് വളരെയധികം എക്സ്പോസ്ഡ് ആയി. അതിൽ ഏതെങ്കിലും ഒരു നല്ല സാധനം ഉണ്ടോ പറയാനോ അല്ലെങ്കിൽ എടുക്കാനോ? ഇല്ല. ഒരു കഴിവുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുട്ടോ. നല്ല രീതിയിൽ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ കൊണ്ടു നടക്കാനും അതുവഴി സക്സസ് ആവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷെ അത് ഇവരൊക്കെ തന്നെ കൊണ്ട് തൊലച്ച് ഈ അഹങ്കാരം അങ്ങോട്ട് തലക്ക് കയറി കഴിയുമ്പോഴേക്കും ഓരോന്നൊക്കെ എല്ലാരും പ്രായം ഒന്ന് കൺസിഡർ ചെയ്യണം. ഈ കുറെ കൊച്ചു ഞാൻ പറയാനുള്ള എല്ലാവന്മാരുണ്ടായിരുന്നല്ലോ എന്റെ കൂടെ ഒക്കെ കൂടി കിടന്ന് കാണിച്ചു കൂട്ടി. അതായത് നമ്മളൊക്കെ നോർമൽ ലൈഫിൽ ചെയ്യാത്ത കാര്യങ്ങളോ അമ്മാരി ക്രൈമുകളൊക്കെയാണ് അടിച്ചു വിട്ടുകൊണ്ടിരുന്നത്. ആദ്യത്തെ ലെവന്റെ മമ്മൂന്റെ
മറ്റേ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയ സാധനം ഗ്ലോറിഫൈ ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ, അതീന്ന് തന്നെ ഉറപ്പിച്ചതാ തരികിട ടീംസ് ആണ്. അതിനുശേഷം ട്രെയിനിൽ പാവം പിടിച്ച ഒരു TTR അഞ്ചത്തോട്ട് കയറുക, അവിടെ കിടന്ന് ലൈവ് ഇട്ട അവന്റെ ഒരു അല്ല മമ്മൂന്ന് പറഞ്ഞതിന്റെ ഒക്കെ ഒരു അഹങ്കാരം കാരണം പറഞ്ഞ അതിന്റെ അകത്ത്. എന്നിട്ട് ആ കേസ് പോലും ഒന്നും ആയില്ലെന്നുള്ളതാണ്. ഇനിയിപ്പോ എല്ലാം കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കും. കാര്യം മമ്മൂനെ കിട്ടിയിട്ടുണ്ട്. അവരിടിച്ച് പിഴിഞ്ഞിട്ടാണെങ്കിലും ശരി, പഞ്ചസാരവെള്ളം കുടിപ്പിച്ചിട്ടാണെങ്കിലും ശരി, ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും നല്ല രീതിക്ക്. അപ്പോഴും BGM തൊട്ട് മാസം കാണിച്ച് നടക്കലായിട്ട് എന്റെ പൊന്നു മക്കളെ. ഈ വീഡിയോ കാണുന്ന കൊച്ചു മക്കള് കുറെ പേരുണ്ട്, അവരോട് പറയണേ, ഈ റിയൽ ലൈഫും ടോട്ടലി ഡിഫറെന്റ് ആണെന്നുള്ളത് തെളിയിച്ചു തന്ന വ്യക്തികളാണ് ഈ MRC ഗ്യാങ്. ഇപ്പൊ പിടിയിട്ട പുള്ളികളായി. ഏത് തൊപ്പിക്ക് ലുക്കൗട്ട് നോട്ടീസ്, ബാക്കിയുള്ളവരൊന്നും കിട്ടിയിട്ടില്ല, അല്ലെ ഒളിവിലാണ്. എല്ലാവരും ബെയിലിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തൊപ്പിയുടെ ബെയില് എനിക്കൊന്ന് തിങ്കളാഴ്ചത്തേക്ക് പ്രോസസ് ആക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ ഈ അടുത്ത് നമ്മൾ കുറെ പേരെ കൂടി ഇതുപോലെ മീറ്റ് ചെയ്തായിരുന്നു, കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് മറ്റു ടീമുകളും അല്ലാണ്ട് എന്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ മീറ്റ് ചെയ്തപ്പോഴും ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച സമയത്തൊക്കെ എനിക്ക് ഒരാളുടെ ഇപ്പൊ നല്ല അഭിപ്രായമൊന്നും കിട്ടുന്നില്ല ഇവരെ കുറിച്ചൊന്നും. കാര്യം ഇവരൊക്കെ കൂടെ നടന്നല്ലേ, ഇവരൊക്കെ ഇതായിട്ട് നടന്നവരുൾപ്പെടെ ആർക്കും ഇപ്പൊ താല്പര്യമില്ലാണ്ടായി. അമ്മാരി എന്തോന്നട ഇമ്മാര് കാണിച്ചു കൂട്ടി വെച്ചേക്കണേ വധൂരികള്. ഇനി മമ്മൂന്റെ ഒരു ന്യൂസോട് കൂടി നമുക്ക് നിർത്താം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ കൊടുത്തതാണ്. സബ് ജയിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു മമ്മുവിനെ വിശദമായ ചോദ്യം ചെയ്ത ശേഷം തെളിവെടുപ്പ് അടക്കം നടത്താനാണ് ആലോചന. കേസിലെ മറ്റു പ്രതികൾ ഒളിവിൽ തുടരുകയാണ്. ജംഷീർ കൊടിഞ്ഞി മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, അതിനാലാണ് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയത്. എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി? ഈ മമ്മുവിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു മമ്മു. ഇപ്പോൾ മമ്മു പോലീസ് കസ്റ്റഡിയിലാണുള്ളത്, മഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തൊപ്പി ഗ്യാങ്ങിൽപ്പെട്ട മറ്റുള്ളവർ ഇപ്പോൾ ഒളിവിലാണെന്നുള്ളതാണ് വിവരം. ഈ മമ്മുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഒക്കെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുമുണ്ട്. ഈ ഗ്യാങ് തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ലൈവ് സ്ട്രീമിങ്ങിനിടെയാണ് ഇത്തരത്തിൽ ഇവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ലൈവ് സ്ട്രീമിങ്ങിന്റെ കാര്യം ഒന്ന് ഓർപ്പിക്കല്ലേ മുന്നേ. കുറച്ചു ദിവസമൊക്കെ നമുക്കൊരു കണ്ടന്റ് ആയിരുന്നു. പിന്നെ ഒരു വീഡിയോ ഞാൻ തൊപ്പിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടതിന് ശേഷം എന്റെ ഒരു ചാനൽ എന്നെ പോയി കിട്ടി. അപ്പൊ ഇത് കൊടുത്തിട്ട് തിരിച്ച് കിട്ടുമായിരിക്കും. എന്റെ പൊന്നോ, അമ്മാരി അപരാധങ്ങളാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന എല്ലാരും കൂടി അവിടെ കിടന്നിട്ട്. ഞാനല്ലോ ജാമ്യം കിട്ടി വരുമോ, കേസ് തെളിയിച്ച് എന്തെങ്കിലും ആവട്ടെ. ബേസിക്കലി ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇനി ഇവര് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് അന്ന് അവന്റെ കുളിമുറിയുടെ സീൻ ഉണ്ടല്ലോ, ഈ മമ്മൂ എന്ന് പറഞ്ഞ ഇവനെ എന്ത് പറയാ, ഇവന്റെ ഒരു കുളിമുറിയുടെ സീൻ ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം നടന്ന ഒരു സ്ക്രിപ്റ്റ് ഡ്രാമ ഓർമ്മയുണ്ടാ? ഇതൊക്കെ കാണുന്ന ആൾക്കാരുടെ ഞാൻ പറയണേ, എന്തുവാ ഇവനെ നന്നാക്കാൻ നോക്കുന്നു, മദ്രസയിൽ വിടുന്നു, പഠിപ്പിക്കാൻ വിടുന്നു, തൊപ്പിയുടെ ഒരു ഭയങ്കര അകം കഴിഞ്ഞാൽ എല്ലാരും തന്തയാവാൻ നടക്കുന്ന ഒരു സെറ്റപ്പ്. അതൊക്കെ കണ്ടപ്പോഴേക്കും എല്ലാരും നന്നായി, തിരിച്ചു വരവ് അടിപൊളി, എല്ലാരും എല്ലാം കൂടി മറന്നു. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? അവര് തന്നെ വന്നിരുന്നു പറഞ്ഞ എല്ലാം സ്ക്രിപ്റ്റ് ആണെന്ന്. അതെല്ലാവരും കണ്ണിൽ പൊടിയിട്ട് അവന് സ്ക്രിപ്റ്റ് എഴുതി ആ പരിപാടി സെറ്റാക്കി. അടിമുടി സ്ക്രിപ്റ്റാ. ഇനിയിപ്പോ ഇതും നോക്കിക്കോ, ഇനിയിപ്പോ ഇവനെയൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിയാലും എല്ലാം കൂടി വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെഴുകി വെളുപ്പിച്ച് ഇവര് വേറൊരു ഇതായി മാറും ഇനി. പിന്നെ എന്റെ പൊന്നളിയ, എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടുള്ള തൊപ്പിന്റെ മറ്റേ മമ്മൂന്റെ അറസ്റ്റ് കണ്ടപ്പോ ഞാൻ സത്യം പറയും ഇന്നലെ അത് കണ്ടപ്പോണ്ടല്ലേ ഇത് ചിരിക്കാറുണ്ട്. എന്തൊരു അഹങ്കാരം ഓർമ്മ അറിയോ ഇവനൊക്കെ. ഇനി ഞാൻ അഗെയിൻ ലാസ്റ്റ് ഒരു ക്ലോഷർ ആയിട്ട് പറഞ്ഞു നിർത്തുകയാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റേഴ്സ്, ഞാൻ അടക്കമുള്ള എല്ലാവരുടെയും പേഴ്സണൽ ലൈഫും ഈ റീലിൽ കാണുന്ന നമ്മുടെ വീഡിയോയിൽ കാണുന്ന ലൈഫും ടോട്ടലി ഡിഫറെന്റാണ്. അത് ആദ്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ പിള്ളേര് മനസ്സിലാക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഭയങ്കര ഫാനിസം കയറി തലക്കുടിച്ച് ജയ് വിളിക്കാൻ അങ്ങോട്ട് തെറി വിളിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല. കാര്യം ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങളത് കാണുക, എൻജോയ് ചെയ്യുക, വിടുക. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കുട്ടികളടക്കം ഞാൻ പറയാം, മാന്യമായിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇപ്പൊ ആവശ്യമില്ലാണ്ട് തെറിയും മറ്റു തന്തക്കുളിയും തള്ളക്കുളിയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കേസ് കൊടുത്തതിന്റെ പുറകെ പോയി കൂട്ടാനൊക്കെ പറ്റും. അങ്ങേ തലക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും പല പിള്ളേര് 10-12 വയസ്സ് പോലും ആവാത്ത പിള്ളേരായിരിക്കും അതിന്റെ കറ്റത്ത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, വീഡിയോസ് കാണുക, വിടുക. എല്ലാവരും ഞാൻ അടക്കമുള്ള എല്ലാവരും എന്റെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പേഴ്സണൽ ലൈഫ് ഒരിക്കലും എക്സ്പോസ്ഡ് ആക്കിയിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ സാധാരണ ഒരാളെ പോലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞു വന്നത്.
റിയൽ ലൈഫും ടോട്ടലി ഡിഫറെന്റ് ആണ്. അതൊക്കെ കണ്ട് ഈ റീലിൽ കാണുന്ന ഒരു സാധനം അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഒരു സാധനമാണ് സത്യം. ആ വ്യക്തി അങ്ങനെയാണ് എന്ന് വിശ്വസിച്ച് ഒരിക്കലും മുമ്പോട്ട് ഒരിക്കലും ആ ഒരു ജഡ്ജ്മെന്റിൽ എത്തരുത് നിങ്ങൾ ആരും. അതിന്റെ എക്സാക്ട് എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ കേസ് വന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിവേ, ഈ ഒരു വിഷയത്തിൽ ഇത്രേ സംസാരിക്കാനുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വെള്ളയില അവസരത്തില് സംസാരിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കുമല്ലോ. പണ്ട് എല്ലാവരും ഇപ്പൊ ഇതിൽ തന്നെയുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ ഉൾപ്പെടെ ഒരുപാട് പേര് പണ്ടത്തെ ചാനൽ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ട്. ആ ഒരു സപ്പോർട്ടൊക്കെ ഇതിലും പ്രതീക്ഷിക്കുന്നു. അങ്ങ് തകർക്കാം, പൊളിക്കാം. ഒരു ചാനലിൽ അവന്മാരെടുത്തോട്ട് പോയി തിരിച്ചു വരും ഞാൻ.